സൗദി ട്രക്ക് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജിദ്ദയിൽ ലോഡ് കയറ്റി കമീസുക്കാണ് കേട്ടോ ലോഡ്. ഒരു പമ്പിലാണ് എത്തിക്കണേ. നമ്മളിപ്പോൾ അല്ലത് അല്ലത്ത് എത്തണതിൻ്റെ മുന്നിലെ പമ്പിലാണ്. ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയാട്ടോ. ഡീസൽ അടിച്ചും കൊണ്ട് നിൽക്കുകയാണ്. ലോഡ് കമീസുക്കാണ് കേട്ടോ. ജിദ്ദയിൽ ലോഡ് കയറ്റി കമീസുക്കുള്ള ലോഡാണ്. അങ്ങനെ ഡീസൽ അടിക്കാൻ വേണ്ടി ഇത് അല്ലത്ത് പറഞ്ഞ സ്ഥലത്ത് അല്ലത്ത് എത്തണീൻ്റെ മുന്നിലെ പമ്പാട്ടോ. ഇവിടെ നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ കാണുന്ന പള്ളി, ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മഹായിൽ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ. മഹായിലിന് കഴിഞ്ഞാൽ പിന്നെ ചുരമാണ്. ചുരം കയറാൻ ഈ ടൈമിൽ പറ്റില്ല കേട്ടോ. ട്രക്ക് നോ എൻട്രിയാണ്. രാത്രി 1 മണിയാവും ട്രക്ക് ചുരം കയറാൻ. അപ്പം ഇനി നമ്മൾ ഈ മഹായിൽ ടൗണ് കഴിഞ്ഞാൽ ചുരത്തിൻ്റെ അടിയിൽ പോയി കിടക്കും. രാത്രി 1 മണി കഴിഞ്ഞാലേ ചുരം വിടുള്ളൂ കേട്ടോ. മഞ്ഞാണ് മഹായിൽ കേട്ടോ. മഹായിൽ നല്ല മഞ്ഞൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ചുരം കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പാട്ടോ. നല്ല കൃഷികളും നല്ല പച്ചപ്പൊക്കെ ഉള്ള സ്ഥലമാണ് ഈ മഹായിൽ പറയുന്നത്. ഇവിടുന്ന് അബഹ 85 കിലോമീറ്റർ കേട്ടോ. കമീസ് മുസൈത്ത് 100 കിലോമീറ്റർ. നമുക്ക് കമീസ് മുസൈത്തിലാണ് ലോഡ് ഇറക്കേണ്ടത് കേട്ടോ. അങ്ങനെ മഹായിലാണ് ഇപ്പം ഉള്ളത്. ഇതിൽ രാവിലെയൊക്കെ വരുമ്പോൾ നല്ല കോട മൂടുന്ന സ്ഥലമാണ് കേട്ടോ. മഞ്ഞൊക്കെ മൂടുന്ന നല്ല ഒരു തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെ മഹായിൽ കഴിഞ്ഞ് ചുരമൊക്കെ കയറാൻ പോകും കേട്ടോ. ചുരം ഇപ്പം കയറാൻ പറ്റില്ല. രാത്രി 1 മണിയാവും. രാത്രി 1 മണിക്കേ വിടുള്ളൂ കേട്ടോ. അങ്ങനെ മഹായിൽ ടൗൺ ഇങ്ങനെ കഴിയാൻ പോവാണ്. അങ്ങനെ അബഹ ചുരം കയറിക്കൊണ്ട് കേട്ടോ. തിരക്ക് കുറവുണ്ട് ഇപ്പോൾ, രാത്രി ആയതുകൊണ്ട്. അങ്ങനെ ചുരം ഇങ്ങനെ കയറിക്കൊണ്ട് കേട്ടോ. ഇതാണ് അബഹ ചുരം. പകൽ കാണാൻ നല്ല ഭംഗിയാട്ടോ. മലകളും കുന്നുകളൊക്കെ ആയിട്ട്. ഈ തുരങ്കങ്ങളാണ് കേട്ടോ. തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ ടണലുകൾ. നല്ല കയറ്റാണ് കേട്ടോ. കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടണലിൻ്റെ ഉള്ളിൽ വളവ് വരുമ്പോഴാണ് ഈ വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ബാക്ക് മേലെ തട്ടണത് നോക്കണം. ടണലിൻ്റെ ഉള്ളിലേ നല്ല കയറ്റാണ് കേട്ടോ. രാത്രി ആയതുകൊണ്ട് തിരക്കൊക്കെ കുറവാട്ടോ ചുരം.
അങ്ങനെ അടുത്ത ടണൽ. ഈ ടണൽ നല്ല നീളം കേട്ടോ. ഇതൊക്കെ ഓരോ മലകളാണ് കേട്ടോ. ഓരോ മലൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതാ അടുത്ത ടണൽ. അങ്ങനെ ഈ ചുരം കയറി കഴിഞ്ഞാൽ നല്ല മഞ്ഞും മഴയും തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഈ അബഹ. ഒരു മലമ്മന്ന് മറ്റേ മലമ്മക്കുള്ള പിടിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ ഈ ചുരത്തിൻ്റെ എൻഡ്. അങ്ങനെ ചുരം കയറി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തിട്ടോ അബഹ. ഇനിയിപ്പോൾ ഇവിടെ AC-ൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല തണുപ്പാണ്, നല്ല തണുത്ത പ്രദേശമായി. ഇവിടെ നല്ല മഞ്ഞും മഴയും നല്ല തണുത്ത കാറ്റും. നമ്മളെ ഊട്ടി പോയ മാതിരിയാണ്. നമുക്ക് പോകേണ്ടത് കമീസ് മുസൈത്താണ് കേട്ടോ. ഈ റോഡ് നേരെ അബഹ. നമ്മൾ കുറച്ച് പോയിട്ട് തിരിഞ്ഞു പോകും. അങ്ങനെ ഇവിടെ ഒന്ന് സൈഡാക്കട്ടോ, വണ്ടി ഒന്ന്. നമ്മൾ അൺലോഡിങ് പോയിന്റിൽ എത്തിയിട്ടോ. അതാ നമുക്ക് ലോഡ് ഇറക്കാല്ലേ ഫോർക്ക് ലിഫ്റ്റ് എത്തിക്കണ്. നമുക്ക് ലോഡ് ഇറക്കാല്ലേ വണ്ടിയാണ് കേട്ടോ. അങ്ങനെ ലോഡൊക്കെ ഇറക്കാൻ പോവാണ്. അങ്ങനെ ലോഡൊക്കെ ഇറക്കി നമ്മൾ മടങ്ങിട്ടോ. ഇനി നമ്മൾ പോണത് ബീസ, തായിഫ്, മക്ക വഴിയാണ് കേട്ടോ. ഇതാണ് കമീസ് മുസൈത്ത് തായിഫ് റോഡ്. ഇപ്പം നമ്മളില്ലേ അബഹീന്ന് റിയാദുക്കൊക്കെ പോണ റൂട്ടിലാട്ടോ. അബഹ റിയാദ് റോഡാണ്. മലകളും കുന്നുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി കൊടുക്കാട്ടോ. രാത്രി 1 മണി കഴിയും. ചേർത്തുമ്പോൾ കൂടെ ഇപ്പോൾ വണ്ടി വിടില്ല. രാത്രി 1 മണിക്കേ വിടുള്ളൂ. നമ്മൾ ഈ റൂട്ട് 100 കിലോമീറ്റർ കൂടും കേട്ടോ. എന്നാലും മറ്റേ അവിടെ കിടക്കണം. ഇപ്പോൾ ചുരം ഇറങ്ങാൻ അവിടെ പിടിച്ചിടും. ഇപ്പോൾ പോയ വണ്ടി ട്രക്കുകളൊക്കെ അവിടെ പിടിച്ചിടും കേട്ടോ. നോ എൻട്രിയാണ്.
അങ്ങനെ നമ്മൾ റിയാദ് റോഡ്, അബഹ കമ്മീഷനിലെ റിയാദ് റോഡ്, ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞാൽ അടിപൊളിയായി. ഇവിടെയൊക്കെ കാലാവസ്ഥ നല്ല തണുപ്പിലെ പ്രദേശങ്ങളാണ്. ഈ അബഹ, ഖമീസ്, തായിഫ്, ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ അതായി മലമലയൊക്കെ കണ്ടാവും. ഇങ്ങനെ കുറ്റിച്ചെടികളൊക്കെ ഉണങ്ങി നിൽക്കണേ. മഴ പെയ്താൽ ഇതൊക്കെ തെഴുത്ത് വരും. നല്ല രസം കാണും. എല്ലാം വെയിൽ കൊണ്ട് വരണ്ട് ഉണങ്ങിയിട്ടുണ്ട്. ഈ വെളുത്ത് കാണുന്നതൊക്കെ ചെടികളാണ്, ഉണങ്ങിപ്പോയി. ഈത്തപ്പനത്തോട്ടാണ് കാണുന്നത് കേട്ടോ. ഈ റോഡിലൊക്കെ ഈത്തപ്പഴം പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഈത്തപ്പനം വരും, ഈത്തപ്പഴം പൂത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല ഈത്തപ്പന കൃഷിയാണ്. ഈത്തപ്പഴ കൃഷികളുണ്ട്. അതിലൊക്കെ നല്ല ഈത്തപ്പനത്തോട്ടങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബീശ എത്താനായിട്ടോ. ഈ രണ്ട് മലൻ്റെ ഇടയിൽ കൂടെ അല്ല റോഡ്.